ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. വൈകുന്നേരം കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുണ്ടായിരുന്നേ. നല്ല പച്ചക്കറികൾ നോക്കിയിട്ട് വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അഴുകിയത്, പൊട്ടിയത്, കേടായതും അങ്ങനത്തെ ഒന്നും എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ എടുക്കരുത്. അതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രമാണ് എടുത്ത് വെക്കേണ്ടത്. മല്ലിയിലയിൽ മഞ്ഞ കളറിൽ ആയിട്ടുള്ള ഇലയൊക്കെ ഉണ്ടല്ലോ, അതും പിന്നെ ഇതിൻ്റെ വേര് അതെല്ലാം മാറ്റിയിട്ടാണ് എടുത്ത് വെക്കുന്നത്. പച്ചക്കറി ഒന്നും കഴുകിയിട്ടില്ല, മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കറി വെക്കാൻ നേരം എടുക്കുമ്പോഴാണ് കഴുകുന്നത്. മമ്മി പിന്നെ ചെയ്യുന്നത് പച്ചക്കറിയൊക്കെ അവിടെ ബോംബെയിൽ ഒന്നിച്ചാണ് എല്ലാം മേടിക്കുന്നത് അവർ. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞത് മമ്മി എല്ലാം കഴുകി പിന്നെ നല്ല വൃത്തിയാക്കിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം എല്ലാം അരിഞ്ഞിട്ട് അവിയലിനാണേലും മെഴുക്കുവരട്ടിക്കാണേലും തോരനാണേലും എല്ലാം അരിഞ്ഞ് സിപ്ലോ കവറിലാക്കി പിന്നെ ഫ്രീസറിലല്ല, അല്ലാതെ തട്ടി തന്നെ വെക്കുക. 2 ആഴ്ച വരെ അങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്തിട്ട് ഉള്ളത്. പിന്നെ നമ്മളങ്ങനെ ഒത്തിരി പച്ചക്കറികൾ ഒന്നിച്ച് മേടിക്കാറില്ലല്ലോ. അവിടെ മണ്ണ് മാന്തി കുഴിയാക്കല്ലേ. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കലമൊക്കെ തേച്ച് കഴുകിയൊക്കെ എടുത്തു. വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചു. അത് കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് കാടൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പറിച്ച് കളയുക. അവിടെ ഒരു പിന്നെ ഈ കാടെടുത്ത് കളയാനേ അവിടെ ഒരു കൊട്ടയുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരണേ. കുഞ്ഞിന് പോയി കളിച്ചോ, ഇതിന് ഈ ഇലയിലൊക്കെ പുഴു ഉണ്ടാവും, ചൊറിയും. ഇനി ചെടിക്കും പച്ചക്കറിക്കും വെള്ളം ഒഴിക്കുകയും പിന്നെ മുറ്റം അടിക്കുകയും ഒക്കെ വേണം. കുറച്ച് പച്ചമുളകുണ്ട്, ഒരു 4-5 തൈയുണ്ട്. പച്ചമുളകൊന്നും മൂത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറിച്ചില്ല. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്, ബീൻസ് തീരാനായിരുന്നു. ശകലം ബീൻസൊക്കെ കിട്ടി. തന്നെ തോരൻ വെക്കാനൊന്നുമില്ല, എന്തിൻ്റെലും കൂടെ ഇട്ട് തോരൻ വെക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്തു. ഫോണൊരു കൈ പിടിച്ചോണ്ടായി പയർ പറിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ ശരിക്കും പറിക്കാൻ കിട്ടാത്തേ. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 കിലോ ബീഫാണ് മേടിച്ചിട്ടുള്ളത്. അത് പകുതി ഞാൻ ബിരിയാണിക്കും പകുതി ഫ്രൈ ചെയ്യാനും ആക്കി മാറ്റുവാണ്. ഫ്രൈ ചെയ്ത് ഇന്നൊന്നും എടുക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് ചോറിനൊക്കെ ഒരു കറിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേവിച്ച് വെക്കുവാണ്. തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ളതിനകത്തേക്ക് മുളകും മല്ലി മഞ്ഞൾ പിന്നെ മസാല കുരുമുളക് പെരിഞ്ജീരകം പൊടിച്ചത് എല്ലാം ചേർത്തു. ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ബീഫ് ഇങ്ങനെ കുറച്ചേറെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. തക്കാളി ഒന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും ഒക്കെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകും പെരിഞ്ജീരകവും ഒക്കെ പൊടിയാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഞാൻ വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണിക്കുള്ള ബീഫ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുവാണ്. ചതച്ചതല്ല, കുറച്ച് അരച്ചെടുത്തേക്കുന്നത്. പിന്നെ ബീഫ് മസാല, ബിരിയാണി മസാലയല്ല മീറ്റ് മസാല തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇറച്ചി വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ചേർത്തു. പിന്നെ ക്യാരറ്റും കറിവേപ്പിലയും കേട്ടോ. ഈ ക്യാരറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കണം.
ഇനി ചോറ് വെക്കാനുള്ള അരിയൊക്കെ കഴുകിയെടുക്കണം. ഞാൻ ജീരകശാല അരി കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടാണ് ഈ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തേക്കുന്നത്. പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു. ഞാനിപ്പം 2 കപ്പ് അരി എടുത്തേക്കുന്നത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നേരത്തെ ചതച്ച് വെച്ചില്ലേ, അത് ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിനാണെങ്കിൽ അങ്ങനെ ഇടണ്ട. അരി കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് തെറ്റും. നമ്മൾ അരി കഴുകിയ വെള്ളവും കൂടെ ആ പാത്രത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് തെറ്റും, ചോറ് വെന്ത് പോകുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് വേണം അരി ഇടാൻ വേണ്ടിയിട്ട്. അരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുവാണ്. ഇനിയിപ്പോൾ ചോറൊക്കെ വെന്ത് വരട്ടെ. ഇനി മസാല ഉണ്ടാക്കാം. ബീഫ് വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട് അതിനകത്ത്. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചതാണ് കേട്ടോ, എന്നിട്ടും അതിനകത്ത് ശകലം വെള്ളമുണ്ട്. ഇനി ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചിട്ട്, കുറച്ച് ഗ്രേവി ഇരുന്നോട്ടെ കുഴപ്പമില്ല, പക്ഷേ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചൊക്കെ എടുക്കണം. പിന്നെ ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞ് ഇടുവാണ്. ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എളുപ്പം ആവാൻ വേണ്ടിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് മസാല ആക്കിയെടുക്കുന്നത്. ഇറച്ചി വേവിച്ച കുക്കറാണ്, ഞാനത് കഴുകിയിട്ടൊന്നുമില്ല, ഇറച്ചി എടുത്ത് മാറ്റിയതേ ഉള്ളേ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ, വല്ലാതെ അരഞ്ഞു പോയിട്ടൊന്നുമില്ല, ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റുവാണ്. അത് കഴിഞ്ഞേച്ച് തക്കാളിയും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു വിസിൽ അടിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം സിമ്മിലും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറക്കുവാണേ. അന്നേരത്തേക്ക് നന്നായിട്ട് ഉള്ളിയൊക്കെ വാടി കിട്ടും. ഒത്തിരി സമയമൊന്നും എടുത്ത് വഴറ്റുമൊന്നും വേണ്ട, ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാനും പറ്റും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കുറച്ച് നേരത്തെയാണ് ചോറുണ്ടത്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റപ്പോൾ ആർക്കും ചായയും കാപ്പിയൊന്നും വേണ്ട, ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ചായയും കാപ്പിയൊന്നും വേണ്ട. പിന്നെ വലിയ കാര്യമായിട്ട് ആരും ഒന്നും കഴിച്ചില്ല കേട്ടോ, വത്തക്കയൊക്കെ കഴിച്ചതേ ഉള്ളായിരുന്നേ. അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. പിന്നെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കുക്കറിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തത്. പിന്നെ ഇതിലേക്ക് ബിരിയാണി മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടത് കുറച്ച് സവാള വറുത്തതാണേ. ഇങ്ങനെ സവാള വറുത്തത് മസാലയ്ക്ക് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക്. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ, എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. പിന്നെ മല്ലിയില പുതിനയിലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ചേർക്കണം. ബീഫ് ഒരു 90% വേവേ ആയിട്ടുള്ളൂ, ബാക്കി 10% വേവ് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് കേട്ടോ. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ഈ മസാലയ്ക്ക് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ബീഫ് വല്ലാതെ അങ്ങ് വേവിക്കരുത്, ഈ മസാലയിലേക്ക് ഇട്ട് വേവിക്കാനും കൂടെ ഉള്ളതായതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് വേണം ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് ബീഫും ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചങ്ങ് ചേർക്കുവാണ്. ബീഫ് ഒരു ശകലം കൂടി വേകാനില്ലേ, അതുകൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പറ്റി ഗ്രേവിയൊക്കെ നമുക്ക് ദമ്മിടാൻ പരുവത്തിന് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഉള്ള രീതിയിലായിരിക്കില്ല, ഒന്ന് പറ്റിയൊക്കെ വരും. മസാലയ്ക്ക് ഉപ്പ് പുളി എരിവൊക്കെ നോക്കാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, ദം ചെയ്യാൻ വേണ്ടിയിട്ട് പരുവത്തിനായി വന്നിട്ടുണ്ട്. ചോറും റെഡി ആയിട്ടുണ്ട്. ചോറിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ മഞ്ഞ കളർ ഉള്ളത് കേട്ടോ. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു കളറൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റി ചാറൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പരുവത്തിനുള്ള രീതിയിൽ മസാല ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറ് മൊത്തം ഇതിലേക്ക് ദം ചെയ്യാൻ വേണ്ടി ഇടുന്നില്ല, പകുതി ചോറ് നെയ്ച്ചോറ് പോലെ കഴിക്കാം, പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാനാണ്. അപ്പോൾ പകുതി മാത്രം ഈ കുക്കറിലേക്കാണ് ദം ചെയ്യുന്നത്, കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തതും മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റിയിട്ട് പിന്നെ തീ ഓഫാക്കിയിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് ഇളക്കി മിക്സാക്കിയൊക്കെ എടുക്കുന്നത്. വാഷറും വിസിലും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് 5 മിനിറ്റ് ആവി കയറ്റി എടുത്തത് കേട്ടോ, എന്നാലേ ആവി ശരിക്ക് കയറത്തുള്ളൂ. ഒരു ബീഫിൻ്റെ ടേസ്റ്റും ഒക്കെ ആ ചോറിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായി വരത്തുള്ളൂ കേട്ടോ. അടി പിടിക്കത്തൊന്നുമില്ല. ഇനി അടി പിടിക്കുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ പഴയ പാത്രത്തിൻ്റെ മുകളിലേക്ക് കുക്കർ വെച്ചിട്ട് ആവി കയറ്റി ദം ചെയ്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കർ ചെയ്ത പോലെ തന്നെ ചരുവത്തിലൊക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.